പറയുക നീ. അയ്യോ, ഞാൻ പാടിയതാന്ന് ഇങ്ങനെ വെപ്പിച്ച് വരുവാണ്. ബാറ്ററി തീർന്നു പോയി. ഇതെന്താ സംഭവം മനസ്സിലായില്ല? എന്താ അത്? എന്താ അത് മനസ്സിലായില്ല? കണ്ടിട്ട് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. പേരാ? എന്താ പേര്? ഹാർമോണിയം. ഹാർമോണിയോ? ഇത്രയും വിചിത്രമായ ഒരു പേര് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അയ്യോ, അതല്ല പറഞ്ഞേ. ഇതിന്റെ പേരല്ലേ വെച്ചേ? ഇതിന്റെ പേര് ഹാർമോണിയം. ഇതിന്റെ പേരല്ല ഞാൻ ചോദിച്ചത്. തന്റെ പേരെന്താ? എന്റെ പേരാ? എന്റെ പേര് കനകന. പേര് ചോദിക്കുമ്പോ കൊഞ്ഞണം കുത്തരുത് കേട്ടോ. മര്യാദക്ക് പറയാം. എന്താ പേര്? കൈനഗിരി കനകൻ, പ്രശസ്ത സംഗീത സംവിധായകൻ. ഓഹോ. അല്ല, എന്താ ഇവിടെ? ഈ പരിപാടി വളരെ സൂപ്പർ ഹിറ്റ് പരിപാടിയാണ്. അതെ, ഒന്ന് കൈയടിച്ചു കൊടുത്ത സൂപ്പർ ഹിറ്റ് അല്ലേ? അതെ അതെ. അങ്ങനെ ജനങ്ങളെടുത്ത ഈ പരിപാടിയിൽ ഒരു കുറവ് ഈ പരിപാടിയിലുണ്ട്. അത് ദേവി, ഇത് പുറത്ത് പറയണ്ട, ആരോടും പറയണ്ട. എനിക്ക് മനസ്സിലായി, എൻ്റെ ഒരു കുറവാണ്. അതെന്തായാലും എന്നോട് തന്നെ പറഞ്ഞാൽ മതി. അവരെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിരുത്ത് വിട്ട് കളയല്ല, പറഞ്ഞു വിടും. അതൊരു കുറവല്ലല്ലോ. അതൊരു കുറവല്ല. ഞാൻ കുറവല്ല. അല്ലല്ല, നിങ്ങൾ ഇവിടുത്തെ അധികപ്പറ്റല്ലേ? ഞാനിപ്പോ വന്നതിന്റെ കാര്യം പറ. ഇതിപ്പോ എന്താ പറയാൻ എന്നിങ്ങനെ ഇവിടുന്ന് ഹെഡിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ആരുടെ ഹെഡ്? അല്ലെ, ഈ കമ്പനിയുടെ ഹെഡിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ചാനലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഒരു ഉഗ്രൻ ടൈറ്റിൽ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടൈറ്റിൽ മ്യൂസിക് വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ 10-40 എപ്പിസോഡ് കഴിഞ്ഞു. ഇതിനു മുമ്പല്ലേ നിങ്ങൾ വരേണ്ടത്? എന്താണ് ഇത്രയും വൈകിയത്? അതായത് വൈകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രശസ്തനായ മ്യൂസിക് ഡയറക്ടർ ആണല്ലോ. അതെ. അപ്പൊ ഞാൻ ഇങ്ങനെ എൻട്രി ചെയ്യുമ്പോ എന്റെ തരപ്പിടിക്ക് നിൽക്കുക തരപ്പിടിക്ക് നിൽക്കുക ഒരാൾ ഇവിടെ വരണം. അങ്ങനെ ആളും വന്നിട്ടില്ല. സംഗീതപരമായിട്ട് ബന്ധമുള്ള ആരും വന്നിട്ടില്ല. അത് പറയരുത് സർ. ഇവിടെ സുധീർ കുമാർ വന്നു, അഫ്സൽ വന്നു, പിന്നെ വിധു പ്രതാപ് വന്നു, രഞ്ജിനി ജോസ് വന്നു. അങ്ങനെ മ്യൂസിക്കുമായിട്ട് ബന്ധമുള്ളവർ എത്ര പേര് വന്നു? ഇതൊക്കെ അവര് ചീള് കേസ്. ഇത് അതൊക്കെ മേലെ എന്നൊക്കെ പറഞ്ഞ ഒരാൾ ഇവിടെ വരണമായിരുന്നു. അയാൾ വന്നു, ഞാൻ വന്നു ആ കൂടെ. അത് ആരാണത്? രഞ്ജിനി ഹരിദാസ്. രഞ്ജിനി ഹരിദാസ് അങ്ങനെ മ്യൂസിക്കുമായിട്ട് എന്താണ് ബന്ധം? പാട്ടുകാരിയൊന്നും അല്ലല്ലോ. കേരളത്തിലെ ഏത് മ്യൂസിക് റിയാലിറ്റി ഷോയിലും ആങ്കർ ചെയ്യണം ആരാ? രഞ്ജിനി ഹരിദാസ് അല്ലേ? ആണോ? അതെ. എവിടെ മ്യൂസിക്കിൽ ഉണ്ടെങ്കിലും പെട്ടിയും തൂക്കി അങ്ങ് പോകും. എവിടെ മ്യൂസിക് പരിപാടി ഉണ്ടെങ്കിൽ അവിടെ പെട്ടി നോക്കി ചെല്ലും. അവിടെ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണുന്നത് അവര് തന്നെയാണ്. ആണല്ലേ? ഇനിയിപ്പോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരു പരിപാടി ഉണ്ട്, ഇന്ത്യൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യൻ മുസ്ലിം ലീഗ് അല്ല, ഇന്ത്യൻ മ്യൂസിക് ലീഗ്. ആ പരിപാടിയിൽ ആങ്കർ ചെയ്യണേ കൊച്ചല്ലേ? അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാ എപ്പിസോഡുകളും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, എല്ലാ എപ്പിസോഡും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഈ പറഞ്ഞ സംഗീത സംവിധാനം എനിക്കും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ കൊച്ച് കേരളത്തിലെ ഏത് മ്യൂസിക് റിയാലിറ്റി ഷോ 1 മുതൽ അത് തീരണത് വ്യക്തമായിട്ട് കണ്ട ഏക വ്യക്തി ഈ കൊച്ചാണ്. തന്നെയല്ല, നമുക്ക് വല്ല തെറ്റ് പറ്റുവാണെങ്കിൽ അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞു തരും. അല്ല, എനിക്കങ്ങനെ സാധാരണ തെറ്റ് പറ്റാറില്ല. പറ്റിയാലും ഞാൻ അങ്ങനെ അംഗീകരിക്കാറില്ല. പിന്നെ ഈ രഞ്ജിനിയും ഞാനും തമ്മിലുണ്ടോ എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം ഞങ്ങൾക്കുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ടോ? അല്ല, എന്തും തുറന്നു പറയാൻ അത് പിന്നെ എന്തും അത്രയും ഫ്രണ്ട്ഷിപ്പാണോ? അത്രയും ഫ്രണ്ട്ഷിപ്പ് അല്ല. ഞാൻ പറഞ്ഞ മലയാളം പുള്ളിക്കാരത്തേക്ക് അറിയാൻ പറ്റില്ല, പുള്ളിക്കാരത്തി പറഞ്ഞ ചീത്ത എനിക്കും അറിയാൻ പറ്റാറില്ല. അങ്ങനെ വളരെ ഫ്രണ്ട്ലിയാ. ഇപ്പൊ ഒരു നല്ല ഒരു പാട്ട് വേണം നമുക്ക് ചെയ്യാൻ. അതായത് നമ്മുടെ ഈ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കാണുന്ന പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞു വേണം നമ്മള് ഒരു മ്യൂസിക് ചെയ്യാൻ.